ഉത്തരമാറ്റിലണെങ്കിൽ നന്ദുവിനോട് ചോദിക്കുകയാണ് നമ്മുടെ ആര് കനക. അതായത് നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നത്, പിന്നെ നീ എന്തിനാണ് നവീൻ്റെ കൂടെ പൊന്മുടിക്ക് പോയത് എന്നുള്ള പലതരത്തിലുള്ള ചോദ്യം കനക ചോദിക്കുന്നുണ്ട്. ഇതേ സമയം നന്ദു പറയുന്നുണ്ട്, എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല, എനിക്ക് വിവാഹം വേണ്ട, അത്ര തന്നെ. ഒന്നുകൊണ്ടും എന്നെ വിവാഹം നടത്താമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് പറയുന്നു. ഇതേ സമയം കനകയ്ക്കാണെങ്കിലും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. കനക പറയുന്നുണ്ട്, എന്താടി വാശിയാണോ എന്ന് ചോദിക്കുകയാണ്. വാശിയൊന്നുമല്ല, വാശി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോകുമെന്ന് നന്ദു പറയുകയാണ്. ഇവിടെ ആദർശും നയനിയാണെങ്കിൽ പറയുന്നുണ്ട്, നന്ദുവിൻ്റെ മനസ്സിൽ ഇനി നവീനാണെങ്കിൽ നവീനെ മതി എന്ന് നന്ദു പറഞ്ഞാൽ നമ്മൾ എന്തായാലും നവീനെ സപ്പോർട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അതല്ല കാര്യങ്ങൾ നേരെ മറിച്ചാണെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുകയാണ്. അതേസമയം കനകയാണെങ്കിൽ നമുക്കൊന്ന് അവിടേക്ക് പോകണ്ടേ, നവീൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നവീൻ്റെ അച്ഛനൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാലോ എന്ന് നമ്മുടെ ഗോവിന്ദൻ കനകയോട് പറയുകയാണ് എന്ന് കാണാൻ